ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടെക്നോളജി പരമായുള്ള ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഗെയിംസൊക്കെ ഇനി PC-യിൽ നമുക്ക് കളിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു ബീറ്റ വെർഷനൊക്കെ ഹോങ്കോങ്ങിലും അതുപോലെ തന്നെ കൊറിയയിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു ഇന്ത്യയിലേക്കൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഗെയിംസ് മാത്രമായിരിക്കും വരുന്നത്, അല്ലാണ്ട് എല്ലാ പ്ലേ സ്റ്റോറിലെയും ഗെയിം നമുക്ക് ഈ ഒരു PC-യിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മൗസും കീബോർഡും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗെയിംസൊക്കെ കളിക്കാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗെയിംസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ വേണ്ടിയത് Windows 10 അതുപോലെ Windows 10+ ആ ഒരു വേർഷനിലുള്ള വിൻഡോസിലായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു അപ്ഡേറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജെന്യൂനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനൽ ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ബീറ്റ വെർഷനാണ് ഇപ്പം കൊറിയയിലൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് അറിയാൻ വേണ്ടിയായിരിക്കും അവരത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസാണ്. അതായത് പുതിയൊരു ഗെയിം വരാൻ പോകണം. അതായത് WWE 2K22 എന്ന് പറയുന്ന ഒരു മോഡലിൽ റെസ്ലിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം പുതിയൊരു വേർഷൻ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ 2022 ആ ഒരു വേർഷൻ വരാൻ പോവുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത് മാർച്ച് 11 ആയിരിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രീ ഓർഡറിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാമെന്നുള്ളൂ. അപ്പം ഇതാണ് നമുക്ക് ആ ഒരു ഗെയിമിൻ്റെ സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തീം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ആ ഒരു ട്രെയിലറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാമെന്നുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഗെയിമിൻ്റെ സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് റിയൽമിയുടെ സൈഡിൽ നിന്നാണ്. റിയൽമിയുടെ CEO പറഞ്ഞു 50% സ്മാർട്ട് ഫോൺ 5G സപ്പോർട്ടഡായുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും അവരുടെ സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നത് ഈ 2022. പക്ഷേ 4G സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യും. പക്ഷേ അവർ കൂടുതലും നോക്കുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു 5G സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റിയൽമി 9ഉം അതുപോലെ തന്നെ റിയൽമി 9 പ്രോയും ഇന്ത്യയിലേക്ക് എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഈ ഒരു 9 Pro സീരീസ്, റിയൽമി 9 Pro സീരീസ് 5G സപ്പോർട്ടിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നും പുള്ളി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിയൽമിയുടെ സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അടുത്ത നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത് ഷവോമിയുടെ സൈഡിൽ നിന്നാണ്. ഷവോമിയുടെ 12 അൾട്രയുടെ ഒരു റെയർ ഡിസൈൻ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ക്വാൾക്കമിൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റായുള്ള സ്നാപ്ഡ്രാഗൺ 8 ഫസ്റ്റ് ജെൻ മോഡലായിരിക്കും വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ AMOLED 2K ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നതെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന് 3 വേരിയൻറ്റുകളായിരിക്കും വരുന്നത്. അതായത് Xiaomi 12, അതുപോലെ തന്നെ Xiaomi 12 Pro, പിന്നെ Xiaomi 12X, ഈ ഒരു 3 വേരിയൻറ്റുകൾ വരും എന്നുള്ളതാണ് അറിയുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ Xiaomi 12 ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതവിടെ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷവോമിയുടെ സൈഡിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ സൈഡിൽ നിന്നാണ്. ബോട്ട് അവരുടെ ഏറ്റവും പുതിയൊരു സ്മാർട്ട് വാച്ച് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് പേരിട്ടിരിക്കുന്നത് ബോട്ട് വാച്ച് മാർട്ടിക്സ് എന്നാണ് പറഞ്ഞത്. മാർട്ടിക്സ് ആണോ മാർട്ടക്സ് ആണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് വരുന്നത് 1.69 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ കുറച്ചധികം ഫീച്ചേഴ്സൊക്കെ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതലായുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ പ്രൈസ് വരുന്നത് 3999 രൂപയാണ്. 4000 രൂപ അടുത്ത് ഈ ഒരു സ്മാർട്ട് വാച്ചിന് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലോഞ്ചിങ് ഡേറ്റോ കാര്യങ്ങളോ നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം പറയാനുള്ളത്. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ജിയോയുടെ സൈഡിൽ നിന്നാണ്. അപ്പോൾ ജിയോ ഒരു പുതിയൊരു ന്യൂസ് പുറത്തുവിട്ടുണ്ടായിരുന്നു. അത് ട്വിറ്ററിൽ ഞാൻ കണ്ടതാണ്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജിയോ അവരുടെ 6G റിസർച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇതുവരെയായിട്ട് 5G കാര്യങ്ങളോ വന്നിട്ടില്ല. ഈ ഇന്ത്യ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് 5G വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിയോ അവരുടെ 6G റിസർച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിസർച്ചിൽ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ ഈ ഒരു 6Gയുടെ മെയിൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 6G വരുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്പേസ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമുക്ക് സ്പേസിലുള്ള ആളുമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഓട്ടോമോട്ടീവ്, പിന്നെ ഡിഫൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ് ഈ ഒരു 6Gയുടെ വരവോടുകൂടിയുള്ള ആ ഒരു ഉദ്ദേശം എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുവരെയും അതിൻ്റെ ഒഫീഷ്യലായുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് 5G വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി 6G കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ജിയോയുടെ സൈഡിൽ നിന്നുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല, ഇത് ജെന്യൂനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ട്വിറ്ററിൽ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആ ഒരു ജിയോയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ന്യൂസും 6Gനെ സംബന്ധിച്ചുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടത് ഇങ്ങനെയാണ്.
ഇന്ത്യ 5Gക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജർമ്മനി അവർ ഒരു റിസർച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു റിസർച്ചിന് വേണ്ടി അവർ ഏകദേശം 1800 കോടി വരെ ഏകദേശമാണ് ഈ ഒരു പ്രൈസ് പറയുന്നത്. ആ ഒരു റിസർച്ചിന് വേണ്ടി ഏകദേശം 1800 കോടി വരെ അവർ മുടക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജിയോ പറഞ്ഞേക്കണ പോലെ കാര്യങ്ങളൊന്നും ഇതുവരെ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ന്യൂസ് അവർ പുറത്തുവിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഇവിടെ വീണ്ടും 5Gയിൽ സ്റ്റക്കായിട്ട് നിൽക്കുമായിരിക്കും, അല്ല 4Gയിൽ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് 6Gനെ കുറിച്ച് വീണ്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ന്യൂസ് കണ്ടതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് അവരുടെ S22ൻ്റെ ആ ഒരു ലോഞ്ചും കാര്യങ്ങളുമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ലോഞ്ച് വരുന്നത് ഫെബ്രുവരി 9 ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോഞ്ച് ഈവൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലോഞ്ച് ഈവൻറ്റ് ചിലപ്പോൾ ചൈനയിലാണെന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലത്തെ കാര്യം അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യണതിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞില്ല. ഈ ഒരു ഫെബ്രുവരി ലോഞ്ച് ചിലപ്പം ചൈനയിൽ മാത്രമായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു S22 മോഡലിൽ 3 ലൈനപ്പാണ് വരുന്നത്. അതായത് S22, പിന്നെ S22 പ്ലസ്, പിന്നെ S22 അൾട്ര. അതുപോലെ തന്നെ ഈ ഒരു മോഡലുകളിലെല്ലാം S Pen കൂടെ വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള അറിവുകൾ അല്ലെങ്കിൽ ന്യൂസ് എന്ന് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒരു വെഹിക്കിളിനെ സംബന്ധിച്ചുള്ള ഒരു ന്യൂസാണ്. അതായത് യമഹ അവരുടെ പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് ഏകദേശം പ്രൈസ് വരുന്നത് 2,77,000 രൂപ വരും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിന് പേരിട്ടിരിക്കുന്നത് യമഹ EMF എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വെഹിക്കിളിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലോഞ്ചിങ് ഡേറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ന്യൂസും ഓപ്പോയുടെ സൈഡിൽ നിന്നാണ് വരുന്നത്. അതായത് അവരുടെ ഓപ്പോ റെനോ 7 Pro അവരുടെ ലോഞ്ച് എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു മാസം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂസിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ഓപ്പോ റെനോ 7, അതുപോലെ തന്നെ 7 5G, അതുപോലെ തന്നെ 7 Pro 5G എന്നിങ്ങനെ രീതിയിലായിരിക്കും ഈ ഒരു 7 മോഡൽ അല്ലെങ്കിൽ 7 സീരീസ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലത്തെ വ്യത്യസ്തമായുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കണ്ടൻറ്റുകൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കണ്ടുപിടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.